നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിസൈൽ ആക്രമണത്തിൽ 7 പേർ മരിച്ചതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിൽ ഇറാന്റെ സൈനിക താവള സാന്നിധ്യമുള്ള വിമാനത്താവളത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് 3 സിറിയൻ സേനാംഗങ്ങളും 4 ഇറാൻ വിപ്ലവ സേനാംഗങ്ങളും കൊല്ലപ്പെട്ടതായി ബ്രിട്ടൻ ആസ്ഥാനമായ സിറിയൻ നിരീക്ഷണ സംഘടന അറിയിച്ചിരിക്കുന്നത്. അതേസമയം ജൂലാൻ കുന്നുകൾക്കപ്പുറത്ത് നിന്ന് ഇസ്രായേൽ വ്യാഴാഴ്ച വിക്ഷേപിച്ച മിസൈലുകളെ ഇൻസ്പെക്ടറുകൾ ഉപയോഗിച്ച് തകർത്തു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. നിരവധി മിസൈലുകൾ തകർത്തുവെങ്കിലും ചിലത് ലക്ഷ്യസ്ഥാനം കണ്ടുവെന്നും സിറിയൻ ഔദ്യോഗിക മാധ്യമങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജൂലാൻ കുന്നുകൾക്കെതിരെ സിറിയൻ പ്രദേശത്തെ ഇറാൻ സാന്നിധ്യം തങ്ങൾക്ക് ഭീഷണിയാകുന്നെന്നും അക്രമം തുടരുമെന്നുമാണ് ഇസ്രായേൽ രാഷ്ട്രീയ വൃത്തങ്ങൾ പ്രതികരിച്ചത്. എങ്കിലും സൈന്യം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ്. ഇറാന്റെ സൈനിക സാന്നിധ്യമുള്ള വിമാനത്താവള മേഖല ലക്ഷ്യമാക്കി നടത്തിയ മിസൈൽ ആക്രമണത്തിലാണ് 3 സിറിയൻ സേനാംഗങ്ങളും 4 ഇറാൻ സൈനികരും കൊല്ലപ്പെട്ടത്. ബ്രിട്ടീഷ് ആസ്ഥാനമായ സിറിയൻ നിരീക്ഷണ സംഘടനയാണ് ഇക്കാര്യങ്ങൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതേസമയം അധിനിവിഷ്ട ജുലൈൻ കുന്നുകൾക്കപ്പുറത്ത് നിന്ന് വ്യാഴാഴ്ച രാത്രി ഇസ്രായേൽ വിക്ഷേപിച്ച മിസൈലുകളെ ഇൻസ്പെക്ടറുകൾ ഉപയോഗിച്ചാണ് സിറിയൻ സേനകൾ തകർത്തതെന്നാണ് ഔദ്യോഗിക വാർത്തകളിൽ നിന്ന് വ്യക്തമാകുന്നത്. വടക്ക് പടിഞ്ഞാറൻ സിറിയയിലെ സംഘർഷബാധിത മേഖലയായ ഇദ്ബിലിൻ സിറിയൻ സർക്കാർ സേന നടത്തിയ ആക്രമണത്തിൽ തങ്ങളുടെ 5 സൈനികർ കൊല്ലപ്പെട്ടതിൽ തിരിച്ചടിയുമായി തുർക്കി സേന മുമ്പ് രംഗത്തെത്തിയിരുന്നു. സിറിയൻ സർക്കാരിനെതിരെ പോരാടുന്ന റെബലുകളുടെ ശക്തി കേന്ദ്രമായ ഇദ്ബിലിൻ സാന്നിധ്യമുള്ള തുർക്കി സേനയ്ക്കെതിരെ തിങ്കളാഴ്ചയാണ് സിറിയൻ പ്രസിഡന്റ് ബസറിന്റെ സൈനികർ ആക്രമണം നടത്തിയത്. ഇതിന് തിരിച്ചടിയായി 100ഓളം ശത്രു കേന്ദ്രങ്ങൾ തകർത്തതായാണ് തുർക്കി പ്രസിഡന്റ് റബത്ത് തയ്യിബ് ഇർദോഗന്റെ വക്താവ് അറിയിക്കുകയും ചെയ്തു. ഗുരുതര മനുഷ്യത്വ ദുരിതത്തിന്റെ വക്കിലുള്ള ഇദ്ബിലിൻ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനായി അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായി സേവനം നടത്തുന്ന തുർക്കി സേനയ്ക്കെതിരെ സിറിയൻ സർക്കാർ ഹീനമായ ആക്രമണമാണ് നടത്തിയത്. ഈ ആക്രമണത്തിനെതിരെ തുർക്കി ഉടൻ പ്രതികരിക്കുമെന്നും വക്താവ് പ്രതികരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ചയും സിറിയൻ സേന നടത്തിയ ആക്രമണത്തിൽ 8 തുർക്കി സൈനികർ മരിച്ചിരുന്നു. തുർക്കിയുടെ തിരിച്ചടിയിൽ 13 സിറിയൻ സൈനികരും കൊല്ലപ്പെട്ടതായി വാർത്തകളിൽ നിന്ന് വ്യക്തമാകുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.